പണയിടപാട് പോലെയല്ല എന്റെ അടിയിടപാട്. അത് അതിന്റെ മുറക്ക് നടത്തിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ കേട്ടാ. നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാക്കാൻ കഴിയണം. മറ്റു പത്രങ്ങളില്ലാത്ത എന്തെങ്കിലും പ്രത്യേകത. ഇടുക്കി ഡാമിന്റെ ആദ്യ ഷട്ടർ ഏതാനും നിമിഷങ്ങൾക്കകം തുറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബോക്സ് ഓഫീസ് കണക്കുകളാണ് സിനിമയുടെ വിജയം. ഇന്ന് ഇന്ത്യയിൽ 2000 കോടി കളക്ഷൻ റെക്കോർഡിൽ എത്തി നിൽക്കുകയാണ് ആ കണക്കുകൾ. മലയാളത്തിൽ 2023 200 കോടി കളക്ഷൻ റെക്കോർഡും 2018 സ്വന്തമാക്കി. കോടി ക്ലബിലെത്തിയ മലയാളത്തിലെ ആദ്യ സിനിമ 1987 പുറത്തിറങ്ങിയ ന്യൂഡൽഹിയാണ്. മമ്മൂട്ടി നായകനായി ജോഷിയുടെ സംവിധാനത്തിലുള്ള ചിത്രം അക്കാലത്തെ വൻ ഹിറ്റും കൂടെയായിരുന്നു. തുടർച്ചയായി പരാജയങ്ങൾ നേരിട്ടപ്പോൾ വൻ തിരിച്ചുവരവായിരുന്നു മമ്മൂട്ടിക്കും ജോഷിക്കും ന്യൂഡൽഹി സമ്മാനിച്ചത്. ആദ്യമായി മലയാളത്തിൽ നിന്ന് 1 കോടിയിലധികം കളക്ഷൻ നേടിയത് ന്യൂഡൽഹിയാണെന്ന് ജോഷി തന്നെയാണ് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത്. തുടർ പരാജയങ്ങളാൽ മമ്മൂട്ടി നിരാശയിലായിരുന്നപ്പോഴാണ് താങ്കൾ ന്യൂഡൽഹി ആലോചിക്കുന്നതെന്ന് തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫ് വെളിപ്പെടുത്തിയിരുന്നു. ജോഷിയും ഡെന്നിസ് ജോസഫും ഒന്നിക്കുന്ന സിനിമകൾ മലയാളത്തിൽ നിന്ന് ഇല്ലാതാവുന്ന ഒരു കാലമായിരുന്നു അത്. മമ്മൂട്ടിയെ വെച്ച് ഒരു നിർമ്മാതാവ് സിനിമ ആലോചിക്കാതിരുന്ന കാലത്താണ് ജൂബിലി ജോയ് ജോഷിയെ കാണാൻ എത്തുന്നത്. മമ്മൂട്ടിയുടെ പരാജയങ്ങൾ ജോയിയെയും വിഷമിപ്പിച്ചിരുന്നു. സൂപ്പർ ഹിറ്റിലൂടെ മമ്മൂട്ടിക്ക് ഒരു വൻ തിരിച്ചുവരവ് നൽകണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ നിൽക്കുമ്പോൾ ന്യൂഡൽഹിയുടെ കഥ അവതരിപ്പിക്കുന്നത് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ന്യൂഡൽഹി വമ്പൻ ഹിറ്റ് ചിത്രമായി മാറുമെന്ന് ഡെന്നിസ് ജോസഫ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി. ആദ്യമായി മലയാളത്തിൽ നിന്ന് 25 കോടി നേടിയതും മമ്മൂട്ടി നായകനായ ഒരു ചിത്രമാണ്. 2005 പുറത്തിറങ്ങിയ രാജമാണിക്യമാണ് 25 കോടിയിലധികം റെക്കോർഡിട്ടത്. 2005 വമ്പൻ ഹിറ്റും രാജമാണിക്യമായിരുന്നു. മമ്മൂട്ടിയെ നായകനാക്കി അൻവർ റഷീദ് സംവിധാനം ചെയ്ത രാജമാണിക്യം മലയാളത്തിലെ എക്കാലത്തെയും വമ്പൻ ഹിറ്റുകളിൽ ഒന്നാണ്.